ഹലോ, സുഖാണോ? ഇന്നെൻ്റെ സിമ്പിൾ ആൻഡ് ലേസി ഈവനിങ് കണ്ടാലോ? നമ്മുടെ ലൈഫിലുണ്ടല്ലോ ചിലത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കാറുണ്ട്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നു. ചിലത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാറുണ്ട്. അത് സന്തോഷമാവട്ടെ സങ്കടമാവട്ടെ അതെന്തായാലും. പിന്നെ ഉണ്ടല്ലോ, സങ്കടം വരികയാണെങ്കിൽ നമുക്കൊരു 100 സങ്കടം കിട്ടുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 1000 സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളൊരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു തിങ്സോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അത് നടക്കുമെന്നൊക്കെ, അത് നടക്കാതിരിക്കുമ്പോഴോ ഉണ്ടാവുന്ന വിഷമം ഭയങ്കരമായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫൊന്നും അവിടെ അവസാനിക്കുന്നില്ല. പിന്നെയും ലൈഫ് മുന്നോട്ട് പോവും. നമ്മളൊരുപാട് കരഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിച്ച കാര്യങ്ങളോ പിന്നെ ആലോചിക്കുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തോന്നില്ല. കാരണം ഭയങ്കര കരഞ്ഞ കാര്യമാണെങ്കിൽ പോലും അത് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ലൈഫിലൊരു ലെസൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ആരെയും വെറുക്കാതെ വിഷമിപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളെ അറിഞ്ഞോ അറിയാണ്ടോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കാനും ശ്രമിക്കുക. അതല്ലേ നല്ലത്? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഈ പ്രാവശ്യം ഭയങ്കര കരച്ചിലാണ്. ഈ ബ്രദേഴ്സ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ട് സ്റ്റേ ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഞാൻ പോകുന്ന കണ്ടിട്ട് ഇതെന്താ പാണ്ടി ലോറിയാണോന്ന് വിചാരിക്കരുത്. ഞാനങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും കുറേ സാധനങ്ങളായിട്ടാണ് വരുന്നത്. എൻ്റെ ഉമ്മ ചോദിക്കും, ഇനിയിപ്പോൾ ലോറി വിളിക്കേണ്ടി വരും റിട്ടേൺ പോകുമ്പോൾ എന്ന്. ഞാൻ നിങ്ങൾക്ക് 2 ലിപ്സ്റ്റിക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയൊരു റേറ്റിന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. 125 റുപ്പീസിന് 2 ലിപ്സ്റ്റിക്കാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി കളറാണ്, അടിപൊളി ഷെയ്ഡാണ്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. ഈ ഒരു റേറ്റിന് എന്തായാലും വേർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയുന്നത്. നല്ല ഷെയ്ഡാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും വാങ്ങുക. ഞാൻ ഇതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കാം. ഇതിൻ്റെ വേറെ ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാം. എനിക്കിഷ്ടപ്പെട്ട 2 ഷെയ്ഡ്സാണ് വാങ്ങിയിരിക്കുന്നത്. വീഡിയോ ഇടാണ്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അതിനൊക്കെ ഒട്ടും മൂടില്ലായിരുന്നു. നമ്മളെപ്പോഴും ഒരേപോലെ ഒന്നും അല്ലല്ലോ. നമ്മുടെ ലൈഫിൽ വേറെ കുറേ കാര്യങ്ങൾ നടക്കാറില്ലേ, അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യാറുമുണ്ട്. പിന്നെ ഫാസിയുടെ വീട്ടിൽ വന്നതിന് ശേഷം ഇറാശ കളിക്കാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഐസ്ക്രീം വേണമെന്നൊക്കെ. അതുകൊണ്ട് എന്തായാലും ജസ്റ്റ് ടൗൺ വരെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ടൗണിൽ തന്നെ പോകാണ്ട് കുറേ നാളായി, അതുകൊണ്ട് ജസ്റ്റ് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തീർത്തിട്ടാണ് പോകുന്നത്. ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. എനിക്ക് കൂടുതലും അയൺ ചെയ്തുതരുന്ന ഫാജി തന്നെയാണ്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഫലൂദ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇറാഷിന് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ നോർമലി ഡെയിലി ഒരു തവണയെങ്കിൽ പുറത്ത് പോകണം, ഇല്ലെങ്കിൽ എന്തായാലും വഴക്കുണ്ടാക്കും. പുറത്ത് പോയി ടൗണിൽ പോയി അങ്ങനെയൊക്കെ പറയാറുണ്ട്. വീട്ടിൽ വന്നപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മ ക്ലോത്ത്സൊക്കെ മടക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കബോർഡിലെടുത്ത് വെക്കാണ്. ഇതൊക്കെയായിരുന്നു മടി പിടിച്ച ഒരു ഈവനിങ്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.